സൈബർ തട്ടിപ്പുകൾ കരുതിയിരിക്കണമെന്ന് UAE സെൻട്രൽ ബാങ്ക്. സംശയാസ്പദമായ സന്ദേശങ്ങൾ അയക്കുന്നവരുമായി ഇടപഴകുന്നത് ഒഴിവാക്കണമെന്നും തട്ടിപ്പ് സന്ദേശങ്ങൾ ലഭിക്കുന്നവരോ അതിനിരകളായവരോ ആദ്യം അതത് ബാങ്കുകളെയും പിന്നീട് പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തെയും അറിയിക്കണമെന്നും സെൻട്രൽ ബാങ്ക് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ബാങ്കിന്റെ പ്രതികരണം തൃപ്തികരമല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ സനാഡക് എന്ന തർക്ക പരിഹാര യൂണിറ്റ് വഴി പരാതികൾ സമർപ്പിക്കാവുന്നതാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ് തർക്കങ്ങളും ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ലൈസൻസുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയ്ക്കിടയിലുള്ള പരാതികളും പരിഹരിക്കുന്നതിനായി സനാഡക്കിനെ സമീപിക്കാവുന്നതാണ്. അബുദാബിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അണുബാധ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള നടപടികൾ ഉൾക്കൊള്ളുന്ന പുതിയ നയം അവതരിപ്പിച്ചു. ഇതനുസരിച്ച് അസുഖബാധിതരായ കുട്ടികൾ വിദ്യാലയങ്ങളിൽ വരരുതെന്നാണ് നിർദ്ദേശം. പനി, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ചുമ, തലവേദന, കണ്ണിന്റെ അസുഖം തുടങ്ങി പകർച്ചവ്യാധികൾ ഉള്ളവരൊന്നും വിദ്യാലയങ്ങളിൽ വരേണ്ടതില്ല. പകർച്ചവ്യാധികൾ ഉള്ളവർ ഡോക്ടറെ സമീപിക്കുകയും സ്ഥാപനത്തിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് അസുഖം മാറിയെന്ന് സ്ഥിരീകരിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം. പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ ജീവനക്കാരുടെ കൈപ്പുസ്തകങ്ങളിൽ ജീവനക്കാർക്കുള്ള അസുഖ അവധി നയങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അസുഖം മൂലം ഹാജരാകാത്ത ജീവനക്കാർ ജോലിയിൽ തിരിച്ചെത്തുന്നതിനുള്ള ഫിറ്റ്നസ് സ്ഥിരീകരിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുമാണ്. UAEയിൽ കുട്ടികളിലും പ്രായമായവരിലും HSV1 അഥവാ ഓറൽ ഹെർപ്പസ് രോഗം വ്യാപകമാകുന്നതായി റിപ്പോർട്ട്. പ്രത്യേകിച്ച് ശൈത്യകാലത്താണ് ഓറൽ ഹെർപ്പസ് രോഗം പടരുന്നതെന്നും ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നു. സാധാരണയായി ചുണ്ടുകൾക്കും വായയ്ക്കു ചുറ്റുമുള്ള ചർമ്മത്തിനും ബാധിക്കുന്ന വൈറസ് വായക്കുള്ളിലോ കണ്ണുകൾക്ക് ചുറ്റുമോ പ്രത്യക്ഷപ്പെടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പാനീയങ്ങൾ, ഭക്ഷണപദാർത്ഥങ്ങൾ, തൂവാലകൾ തുടങ്ങിയവ പങ്കിടുമ്പോഴാണ് ഇത് അധികവും മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നത്. ശൈത്യകാലത്ത് വിദ്യാലയങ്ങളിലും വീട്ടിലും സാമൂഹിക ഒത്തുചേരലുകളും ഭക്ഷണം പങ്കിടുന്ന പ്രവർത്തനങ്ങളും പതിവായി മാറുന്നതാണ് വൈറസ് കൂടുതൽ എളുപ്പത്തിൽ പടരുന്നതിന് കാരണമാകുന്നതെന്നും ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അബുദാബിയിലെ സിക്കോഗൻ വധം കൊലയാളികൾ ഉസ്ബെക് സ്വദേശികൾ. മോൾഡോവൻ സ്വദേശിയായ സിക്കോഗനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ 3 കുറ്റവാളികളും ഉസ്ബെക് സ്വദേശികളാണെന്ന് പോലീസ് അറിയിച്ചു. ഇവരുടെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായും മന്ത്രാലയം അറിയിച്ചു. ഒളിംബോയ് ടോയ്റോവിച്ച്, മജുംജോൺ അബ്ദുറക്കീം, അസിസ്ബെക് കാമിലോവിച്ച് എന്നിവരാണ് കൊലയാളികൾ. ഇസ്രയേൽ പാസ്പോർട്ടോടുകൂടിയ ജൂതനായ സിക്കോഗൻ വധം ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. റെക്കോർഡ് വേഗതയിലാണ് പോലീസ് കുറ്റവാളികളെ പിടികൂടിയത്. ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടിയ കെട്ടിടവും ഇനി ദുബായിക്ക് സ്വന്തം. ഷെയ്ഖ് സായിദ് റോഡിൽ വരാനിരിക്കുന്ന ബുർജ് അസീസി ദുബായി ആയിരിക്കും ഇനി ലോകത്തിലെ 2ാമത്തെ ഉയരമുള്ള കെട്ടിടം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബുർജ് ഖലീഫയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കെട്ടിടവും അങ്ങനെ ദുബായ് സ്വന്തമാക്കുകയാണ്. ഏറ്റവും ഉയർന്ന ഹോട്ടൽ ലോബി, ഏറ്റവും ഉയർന്ന നൈറ്റ് ക്ലബ്, ഏറ്റവും ഉയർന്ന നിരീക്ഷണ ഡെക്ക്, ഏറ്റവും ഉയർന്ന റെസ്റ്റോറന്റ്, ഏറ്റവും ഉയർന്ന ഹോട്ടൽ മുറി എന്നിങ്ങനെയാണ് ബുർജ് അസീസി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 725 മീറ്റർ ഉയരമുള്ള 132 നിലകളുള്ള ഈ കെട്ടിടം 2028ഓടെ പൂർത്തിയാകും. ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന മാസ് വൈപ്പ് 2024 ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര ഉദ്ഘാടനം ചെയ്തു. മാസ് പ്രസിഡന്റ് അജിത രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുക്കാസ സംസ്ഥാന സെക്രട്ടറി അശോകൻ ചെരുവിൽ, ഗായകൻ അതുൽ നർഗര, നോർക്ക ഡയറക്ടർ OV മുസ്തഫ എന്നിവർ അതിഥികളായിരുന്നു. ജനറൽ സെക്രട്ടറി ബിനു കോറം സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഷമീർ നന്ദിയും പറഞ്ഞു. ഗൗരി ലക്ഷ്മിയുടെ GL ബാൻഡായിരുന്നു പരിപാടിയുടെ മുഖ്യ ആകർഷണം.